VPG റാംജി നിയമം നടപ്പാക്കാൻ കേന്ദ്രം ശക്തമായി മുന്നോട്ട് നീങ്ങുന്നു എന്നതിന്റെ നടപടികളാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിയമം നടപ്പാക്കാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചിരിക്കുകയാണ്. VPG റാംജി നിയമം നടപ്പാക്കാനായി പ്രത്യേക ഗ്രാമസഭകൾ വിളിക്കാനാണ് കത്തിലെ നിർദ്ദേശം. ഈ മാസം 26-നകം ഗ്രാമസഭ വിളിച്ചു ചേർക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. PR സുനിൽ നമുക്കൊപ്പം ചേരുകയാണ്. PR സുനിൽ, ഗുഡ് ഈവനിംഗ്. 4 ദിവസമല്ലേ ഉള്ളൂ. 26 എന്ന് പറയുമ്പോൾ ക്രിസ്മസിന്റെ പിറ്റേന്നാണ്. അതിനു മുൻപ് ഈ ഗ്രാമസഭകളൊക്കെ എല്ലായിടത്തും നടക്കുമോ? സുജി, അക്കാര്യത്തിൽ ആശങ്കകളുണ്ട്. ഏതായാലും സാധാരണ ഒരു ബില്ല് പാർലമെന്റ് പാസാക്കിയാൽ അത് രാഷ്ട്രപതി ഒപ്പിട്ട നിയമമാകും. പക്ഷേ നിയമമാകുന്നതിന് മുൻപ് അത് വിജ്ഞാപനമായി ഇറക്കേണ്ടതുണ്ട്. പക്ഷേ വിജ്ഞാപനം ഇറക്കുന്നതിന് മുൻപേ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ നിയമത്തിന്റെ നടപടികളുമായി മുന്നോട്ട് പോകാൻ. ഏതായാലും ഇപ്പോൾ കേന്ദ്ര പഞ്ചായത്ത് രാജ് ഗ്രാമവികസന മന്ത്രാലയം ഒക്കെ ചേർന്നാണ് ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിലാണ് സുജിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഡിസംബർ 26-നകം എല്ലാ പഞ്ചായത്തുകളും ഗ്രാമസഭകൾ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഈ ഒരു ഗ്രാമസഭകളിൽ ഉറപ്പാക്കണം. സ്ത്രീകൾ, അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, തൊഴിലാളികൾ, അതുപോലെ പിന്നാക്ക വിഭാഗങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം ഈ യോഗങ്ങളിൽ ഉണ്ടാകണം. മാത്രമല്ല ഈ യോഗങ്ങളുടെ ചിത്രങ്ങൾ കൃത്യമായി പഞ്ചായത്ത് നിർഭയ പോർട്ടലുകളിൽ ഈ ചിത്രങ്ങളൊക്കെ തന്നെ അപ്ലോഡ് ചെയ്യണം എന്നുകൂടി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും 26-ാം തീയതിക്കകം ഈ യോഗങ്ങൾ വിളിച്ചു ചേർക്കാനാകുമോ എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും ഈ നിയമത്തിന്റെ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. വലിയ പ്രതിഷേധങ്ങളാണ് രാജ്യത്ത് ഈ നിയമത്തിനെതിരെ ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് ഇടതുപക്ഷ പാർട്ടികൾ രാജ്യവ്യാപകമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും പ്രതിഷേധ ധർണകൾ നടത്തിയിട്ടുണ്ട്. ഇനി കോൺഗ്രസ് ഒക്കെ തന്നെ വലിയ പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ ആലോചിക്കുമ്പോഴാണ് ഇപ്പോൾ ഈ നിയമം നടപ്പാക്കാനുള്ള ശക്തമായ നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നത്. PR സുനിലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.